ഭീകരാക്രമണ കേസിലെ സൂത്രധാരനാണ് തഹാവൂർ റാണ. തഹാവൂർ റാണയെ പറ്റി ഇപ്പം മാധ്യമങ്ങൾ വിവിധ ചർച്ചകളാണ്, വിവിധ വിലയിരുത്തലുകളാണ്, നിരവധി സൂചനകളായിട്ട് തരുന്നുണ്ട്. പക്ഷേ NIA ഇതുവരെ യാതൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. എല്ലാം ഒരു ഊഹാപോഹങ്ങളിൽ തന്നെ റാണയുടെ ഒരു സ്റ്റോറി തന്നെ നിൽക്കുകയാണ്. ഏതായാലും റാണയെ ഇന്ത്യയിൽ എത്തിച്ചത് മുതൽ വലിയ എന്താ പറയുന്നത്, വലിയ ചർച്ചകളിലേക്ക് മാധ്യമങ്ങൾ ഉൾപ്പെടെ തിരിയാണ്. നമുക്ക് തന്നെ അറിയാം, ഇതിൽ മലയാളി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായിട്ട് വന്നിരിക്കുന്നത്. അതിനും കൃത്യമായിട്ട് തെളിവുകളുണ്ട്. അത് ഒരു മലയാളിയെ അറസ്റ്റ് ചെയ്തു എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഈ 2008 നവംബറിൽ കേരളത്തിൽ എത്തിയ റാണ ഏറ്റവും കൂടുതൽ നാൾ, അതായത് ഇന്ത്യയിൽ എത്തിയിട്ട് ഏറ്റവും കൂടുതൽ നാൾ തങ്ങിയത് കൊച്ചിയിലാണ് എന്നുള്ള ഒരു വിവരമാണ്. ഇയാളുടെ ഒരു ഫോൺ നമ്പറിൻ്റെ ലിസ്റ്റ് തന്നെ എടുത്തപ്പോൾ 13 കോളാണ് പോയിരിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് കൊച്ചിയിൽ നിന്നും കൊച്ചിയിലെ ഒരു വ്യക്തിയെ വിളിച്ചതും അയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുമുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതായാലും റാണയ്ക്ക് കൊച്ചിയുമായിട്ട് ഒരു അഭേദ്യ ബന്ധമുണ്ട്, അല്ലെ കൊച്ചിയിലെ ചില മലയാളികളുമായിട്ട് കുറച്ച് ബന്ധം ഉണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നിരുന്നു. റാണ കൊണ്ടുവന്നത് ഒരു നടിയാണ്, മലയാളി നടിയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നിരുന്നു. എന്നാൽ മലയാളി നടിയല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അദ്ദേഹം ഒന്നും പറയുന്നില്ല, അയാളുടെ ഭാര്യയാണ് കൊണ്ടുവന്നതെന്നും മറ്റൊരു ഊഹാപോഹമുണ്ട്. എന്തായാലും ഊഹാപോഹങ്ങളാണ് മൊത്തത്തിൽ ഇപ്പോൾ റാണയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. മലയാളത്തിൽ ഈ ഒരു മലയാള ബന്ധം ഉണ്ടെന്നുള്ളൊരു ഈ ഒരു കൊച്ചിയിലെ ഏതോ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം സംഘടനയുമായിട്ട് ഒരു സംഘടനയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ വന്നപ്പോഴേക്ക് NIA ഇപ്പോൾ കുറച്ചുകൂടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്, കുറച്ചുകൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. 10 ദിവസം മുമ്പ് ഈ സ്ഫോടനം, അതായത് ഈ സ്ഫോടനം നടക്കുന്നതിന് 10 ദിവസം മുമ്പാണ് കൊച്ചിയിലെത്തിയത്. ഈ കൊച്ചിയിൽ ഈ ഒരു ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. അതിലും ഈ പറയുന്നത് പോലെ ഒരു സംഘടനയുടെ ഒരു മേധാവി ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റ് എന്നുള്ളൊരു വ്യാജേന ഇതിനകത്ത് വരികയും റിക്രൂട്ട്മെന്റ്, അതായത് ഇവരൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് വിദേശത്തേക്ക് ആൾക്കാരെ ജോലിയിലേക്ക് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഏജൻസി പുറമെ നിന്ന്. പക്ഷേ ശരിക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. അതിൽ ഒരു നിരോധിത സംഘടനയുടെ ഒരു പ്രമുഖ വ്യക്തി വന്നിരുന്നുവെന്നും, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് റാണയ്ക്ക് കണക്ഷൻ വയ്ക്കാൻ വേണ്ടി, അതായത് ഇവർക്ക് സംസാരിക്കണമല്ലോ, ഈ ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു റിക്രൂട്ട്മെന്റ് തന്നെ ചിലപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവർ തമ്മിലുള്ള സംസാരത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തുകയും അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തതാവാം. എന്തായാലും NIA അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കൊച്ചിയിൽ റാണയ്ക്ക് കൊടുത്ത ലോക്കൽ സപ്പോർട്ട് ആരെന്നൊരു ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു, പക്ഷെ ആ വ്യക്തിയിൽ നിൽക്കില്ല. കാരണം ഒരു സംഘടനയുടെ ഒരു പിൻബലം ഒരു പക്ഷേ റാണയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ D കമ്പനിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ റാണയ്ക്ക് ദുബായിൽ വെച്ച് കാണുകയും അങ്ങനെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേരുകൾ നമ്മുടെ കേരളത്തിലും ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. ഈ 13 നമ്പറിൽ ഒരു നമ്പർ എടുത്തിരിക്കുന്ന വ്യക്തി ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കൂടുതൽ വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ മറ്റേതെങ്കിലും സംഘടനയിലേക്കാണോ ഇനി അന്വേഷണം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. മാത്രമല്ല ഒരു നടി, മലയാള നടി എന്നല്ല, ഒരു സിനിമ നടി ഇത്തരത്തിൽ റാണയുടെ കൂടെ ഉണ്ടായിരുന്നു, ഇത്തരത്തിൽ താമസിച്ചിരുന്നു എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. പക്ഷേ റാണ അത് പറയുന്നത് തൻ്റെ ഭാര്യയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് അത്രമാത്രം NIAക്ക് വിശ്വാസ യോഗ്യതയില്ല. റാണയെ അറസ്റ്റ് ചെയ്ത് 18 ദിവസ കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. മാക്സിമം NIA ഉദ്യോഗസ്ഥരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. 18 ദിവസത്തേക്കാണെന്നുണ്ടെങ്കിലും 10 മണിക്കൂർ, അതായത് ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെയാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെയൊന്നും NIA വെറുതെ വിടത്തില്ല. കാരണം 10 മണിക്കൂർ തിരിഞ്ഞും മറിഞ്ഞും മാറിയും തിരിഞ്ഞുമൊക്കെ ഓരോ ഉദ്യോഗസ്ഥരും വന്ന് നിരവധി കാര്യങ്ങളിലൂടെ അത്രയ്ക്ക് പിൻ പോയിന്റിൽ തന്നെ നിർത്തിക്കൊണ്ടാണ് റാണയെ ചോദ്യം ചെയ്യുന്നത്. അതിനിടയ്ക്ക് റാണ പല ഗോഷ്ഠികളും പല കാര്യങ്ങളൊക്കെ പറയുന്നത് തൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമല്ല. അമേരിക്കയിലായിരുന്നപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റാണ കൊടുത്തിരുന്നു. ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പല അടവുകളും റാണ പ്രയോഗിച്ചിരുന്നു. ഇപ്പോഴും അതേ അടവുകൾ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മുടെ NIA ഉദ്യോഗസ്ഥരൊന്നും വീഴുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ചെയ്യേണ്ടുന്നത് എൻഐഎ റാണയെ ഒരു പക്ഷെ ഉറക്കാതെ തന്നെ, ഒരു ഉറക്കം പോലും കൊടുക്കാതെ തന്നെ, ഒന്ന് കിടക്കാൻ പോലുമുള്ള ഒരു ഇത് കൊടുക്കാതെ തന്നെ മുൾമുനയിൽ നിർത്തി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം 18 ദിവസം എന്ന് പറയുന്നത് നിർണായകമാണ് എൻഐക്ക്. അപ്പോൾ അതിനിടയിൽ മാക്സിമം എന്തൊക്കെ റാണയിൽ നിന്ന് പിടിച്ചെടുക്കാം എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ എന്നെ ചോദ്യം ചെയ്തു തുടങ്ങുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ചില മലയാളികൾ എന്നെയുടെ നിരീക്ഷണത്തിൽ ഉണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടെ പുറത്തു വരുന്നുണ്ട്. റാണയെ തെളിവെടുപ്പിന് എത്തിക്കുന്നതിന് മുമ്പ് പ്രത്യേക NIA സംഘം എത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും. റാണയെ എന്ന് കൊച്ചിയിൽ കൊണ്ടുവരും എന്നുള്ളതും നമ്മൾ ഒരു പക്ഷേ കേരളം മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു ഭീകരവാദി, ഇത്രയും വലിയൊരു സ്ഫോടനം, ഏകദേശം 166 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലധികം മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു ഭീകരവാദി നമ്മുടെ കേരളത്തിൽ, കൊച്ചിയിലും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെന്നുള്ള ഒരു വാർത്ത ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. കാരണം ഇത്തരത്തിൽ ഒരു തീവ്രവാദ മേഖല തന്നെ ആയി മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളം. നമ്മുടെ കേരളത്തൊന്നും പണ്ടൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ വർക്കലയിൽ ഇടയ്ക്ക് ഒരു ഭീകരവാദിയെ പിടിച്ചു. അപ്പം ഒരു എമിഗ്രേഷനോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യയിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ നമ്മുടെ കേരളത്തിലും നടക്കുന്നുണ്ട്. ആരൊക്കെയോ ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ട് എന്നുള്ളൊരു തെളിവുകളാണ്. ഏതായാലും റാണയെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു പല കാര്യങ്ങളും കൂടി ഇപ്പോൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. കുറച്ച് മലയാളികളെ തന്നെ NIA നോട്ടം ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുവഴി പുറത്തു വരുന്നത് മറ്റേതെങ്കിലും ഈ ഒരു ഭീകരവാദ പ്രവർത്തനവുമായിട്ട് കേരളത്തിൽ ഏതൊക്കെ സംഘടനകൾ, ഏതൊക്കെ രാഷ്ട്രീയ പ്രമുഖർ, സിനിമാ മേഖലയിലുള്ളവർ ഏതൊക്കെ തരത്തിൽ ഉണ്ടെന്നുള്ള നിർണായകമായ തെളിവുകളായിരിക്കും കിട്ടുന്നത്. ഏതായാലും 18 ദിവസം എന്ന് പറയുന്നത് ഇപ്പം തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയെന്ന് പറയാം NIAക്ക്. അത് മാക്സിമം NIA യൂസ് ചെയ്യുന്നുണ്ട്. റാണ ഇപ്പോഴും വാ തുറന്ന് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ രീതിയിലാണ് പല അടവുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും NIA വീഴുന്നില്ല. കാരണം ആകെപ്പാടെ റാണ ചോദിക്കുന്ന ഒരു പേനയും പേപ്പറും, ഖുറാൻ എന്നിവയാണ് റാണ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന. വേറൊന്നും ആള് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ വായിൽ നിന്ന് കുത്തിയെടുക്കാൻ NIAയിൽ മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ റാണ പെട്ടു അല്ലെങ്കിൽ വീഴും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കേരളം കാത്തിരിക്കുകയാണ് റാണയെ എന്ന് കൊച്ചിയിൽ കൊണ്ടുവരുമെന്നുള്ളത്. ഏതായാലും അങ്ങനെ പെട്ടെന്നൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അത്രയേറെ സുരക്ഷിതമായിട്ടുള്ള രീതിയിലെ റാണയെ കൊച്ചിയിൽ എത്തിക്കാൻ പറ്റും. അതിനു മുന്നോടിയായിട്ട് റാണ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ചില ഉദ്യോഗസ്ഥർ കൊച്ചിയിലെത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും അതിനുശേഷം ഇവിടെ എങ്ങനെയാണോ ഇതിൻ്റെ പരിതസ്ഥിതി അല്ലെങ്കിൽ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്ന് നോക്കിയും കണ്ടുമൊക്കെ റാണയെ കൊച്ചിയിലെത്തിക്കൂ. ഏതായാലും മലയാളി ബന്ധം റാണയ്ക്കുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെളിവായിട്ട് വരുന്നത് സിനിമാ മേഖലയിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മേഖലയിൽ നിന്നാവാം. കൂടുതലും കോർപ്പറേറ്റ് മേഖലയിൽ നിന്നും ചില ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ശുപാർശയാണ് അല്ലെങ്കിൽ അതിന് പിന്നിലുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതും ഉണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്താനാകും.